ഹായ് ഓൾ, വെൽക്കം ടു ASAP. നമ്മൾ കാത്തിരുന്ന HSST നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് HSST ഹിസ്റ്ററിയുടെ നോട്ടിഫിക്കേഷനാണ്. ഇതാണല്ലേ യഥാർത്ഥ സമയം. ഇനി നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ പഠിച്ചു തുടങ്ങാം. HSST ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം HSST ഹിസ്റ്ററിക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിസ്റ്ററി, ഹിസ്റ്ററിയിൽ PG ഉണ്ടായിരിക്കണം, B.Ed പാസ്സായിരിക്കണം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് പാസ്സായിരിക്കണം. കൂടാതെ M.Ed, നെറ്റ്, JRF തുടങ്ങിയ യോഗ്യതകളുള്ളവർക്കും HSST ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് HSST ഹിസ്റ്ററിയുടെ സിലബസ് ഒന്ന് പരിശോധിക്കാം. HSST ഹിസ്റ്ററിയുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. എന്നാൽ പോലും കുറച്ച് സമയമെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സിലബസ് ആണ്. ഹിസ്റ്ററിയുടെ സിലബസ് പ്രധാനമായും 4 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് ഉൾക്കൊള്ളുന്നത്. സെക്കൻഡ് പാർട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസും, ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് റെനേസൻസ് ഇൻ കേരള, കറണ്ട് അഫയേഴ്സ്, GK തുടങ്ങിയവയാണ്. ഇനി നമുക്ക് HSST ഹിസ്റ്ററിയുടെ സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അതിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ മൊത്തം 7 മൊഡ്യൂളുകളായിട്ടാണ് ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. എന്നാൽ പോലും കൃത്യവും ചിട്ടയുമായ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്റോറിയോഗ്രാഫി പഠിച്ചെടുക്കാവുന്നതാണ്. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി, മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി, റൊമാൻറ്റിസിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, എൻലൈറ്റൻമെൻറ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ്, സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി, ജെൻഡർ അപ്രോച്ചസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളുന്നത്. ഏകദേശം 10 മാർക്കിനോളം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ സ്റ്റോണേജ് ആയിട്ടുള്ള പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, കാൽക്കോലിത്തിക് ഏജുകളെ കുറിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിവിലൈസേഷനുകളായ മെസ്സപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ, ചൈനീസ് തുടങ്ങിയ സിവിലൈസേഷനുകളെ കുറിച്ചും ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സയന്റിഫിക് റവല്യൂഷൻ, പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആയിട്ടുള്ള ഗ്ലോറിയസ് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയ റവല്യൂഷൻസിനെ കുറിച്ചും നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ, ലീഗ് ഓഫ് നേഷൻസ്, സെക്കൻഡ് വേൾഡ് വാർ, UNO, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഏകദേശം 10 മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി ഇന്ത്യ എന്നും മിഡീവൽ ഇന്ത്യ എന്നും. അതിൽ ഏർലി ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിൻ്റെ ഒറിജിൻ, മെച്ചർ ഫേസ്, അതേപോലെ ഡിക്ലൈൻ തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ വേദിക് ഏജ്, ലേറ്റർ വേദിക് ഏജ്, ഏജ് ഓഫ് മഹാജനപദാസ്, ഗുപ്തൻ എംപയർ, മൗര്യ എംപയർ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഏകദേശം 5 മാർക്കിനോളം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യ ആണ്. മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് രജപുട്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, മുഗൾ എംപയറുടെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ റവന്യൂ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഓഫ് മുഗൾ എംപയർ, അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറും പെയിന്റിങ്സും തുടങ്ങിയ കാര്യങ്ങൾ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. തേർഡ് മൊഡ്യൂളിൽ മിഡീവൽ ഇന്ത്യയിൽ നിന്ന് 5 മാർക്കിൽ നിന്നും മോഡേൺ ഇന്ത്യയിൽ നിന്ന് 5 മാർക്കിൽ നിന്നും അങ്ങനെ ടോട്ടൽ 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയാണ്. മോഡേൺ ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരുപാട് ഏർലി റെസിസ്റ്റന്റ് മൂവ്മെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നേച്ചർ ഓഫ് കൊളോണിയൽ സ്റ്റേറ്റ് പഠിക്കാനുണ്ട്. INC,
ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. പിന്നെ ഗാന്ധിയൻ ഫേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഒരുപാട് മൂവ്മെന്റുകളുണ്ട്, പൊളിറ്റിക്കൽ മൂവ്മെന്റുകളുണ്ട്. സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, കൂടാതെ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങിയ മൂവ്മെന്റുകളും ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. 10 മാർക്കിനോളം ചോദ്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മൊഡ്യൂളാണ്. 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രീ മോഡേൺ കേരളയാണ്. പ്രീ മോഡേൺ കേരളയിൽ നമുക്ക് പഠിക്കാനുള്ളത് പെരുമാൾസ് ഓഫ് മഹോദയപുരം, ബ്രാഹ്മിൻ മൈഗ്രേഷൻ, ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൽ പഠിക്കാനുണ്ട്. ഞാൻ എല്ലാം തന്നെ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഫോർമേഷൻ ഓഫ് നാഡൂസ് ആൻഡ് സ്വരൂപം, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നിന്നും ഏകദേശം 10 മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ കേരളയാണ്. മോഡേൺ കേരളയിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, ഏർലി റെസിസ്റ്റന്റ് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സുകളെ കുറിച്ചും നമുക്കിതിൽ പഠിക്കാനുണ്ട്. കൂടാതെ പൊളിറ്റിക്കൽ കോൺഫറൻസ് ആയിട്ടുള്ള ഒറ്റപ്പാലം, മഞ്ചേരി, പാലക്കാട്, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ കോൺഫറൻസിനെ കുറിച്ചും നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. കൂടാതെ ഗാന്ധിയൻ ഇന്റർവെൻഷൻ ഇൻ കേരള, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഖിലാഫത്ത് മൂവ്മെന്റ്, മലബാർ റെബല്യൻ, വൈക്കം സത്യാഗ്രഹ, സാൾട്ട് സത്യാഗ്രഹ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, ഗുരുവായൂർ സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനും ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഐക്യ കേരള മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, EMS മിനിസ്ട്രി, ലാൻഡ് ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസ്, കേരള ഡെവലപ്മെന്റൽ മോഡൽ, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. 6th മൊഡ്യൂളായിട്ടുള്ള മോഡേൺ കേരള എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ ഏകദേശം 10 മാർക്കിനോളം ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th മൊഡ്യൂളാണ്. 7th മൊഡ്യൂൾ എന്ന് പറയുന്നത് വീണ്ടും 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് കണ്ടംപററി ഇന്ത്യ എന്നും അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ എന്നതുമാണ്. അതിൽ കണ്ടംപററി ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് നെഹ്റുവിയൻ ഇറ മുതലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അംബേദ്കർ ആൻഡ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, മിക്സഡ് എക്കോണമി, 5 ഇയർ പ്ലാൻസ്, നാം, ദളിത് ആൻഡ് ആദിവാസി സ്ട്രഗിൾസ് തുടങ്ങിയ ടോപ്പിക്കുകളും ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഈ പാർട്ടിൽ നിന്ന് 5 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ആണ്. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് സംഗം ഏജ്, മെഗാലിത്തിക് ഏജ്, അതുപോലെ മൂവേന്തേഴ്സ്, റോമൻ ട്രേഡ്, എമർജൻസ് ഓഫ് കിങ്ഡംസ്, അതിൽ പാണ്ഡ്യ, ചാലൂക്യ, പല്ലവ തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. കൂടാതെ ചോള സ്റ്റേറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഹൊയ്സാല ആൻഡ് കാകതീയ ഡൈനാസ്റ്റി, വിജയനഗര ആൻഡ് ബാമിനി കിങ്ഡം തുടങ്ങിയ പ്രധാനപ്പെട്ട മറ്റ് ചില ടോപ്പിക്കുകളും നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. 7th മൊഡ്യൂളായിട്ടുള്ള ഇതിൽ നിന്ന് കണ്ടംപററി ഇന്ത്യയിൽ നിന്ന് 5 മാർക്കിനും സൗത്ത് ഇന്ത്യയിൽ നിന്ന് 5 മാർക്കിനും അങ്ങനെ ടോട്ടൽ 10 മാർക്കിനാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2വിൽ നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കുകളാണ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള പല ടോപ്പിക്കുകളും, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ടോപ്പിക്കുകളും ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിന് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ടോട്ടൽ 10 മാർക്കിനാണ് ഈ പാർട്ടിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 ആണ്. ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്. അതിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അമെൻമെന്റുകൾ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസിൽ നിന്നും ചോദിക്കാറുള്ളത് 5 മാർക്കിനാണ്. അതിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആക്ട് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. പാർട്ട് 3യിൽ നിന്നും 10 മാർക്കിനാണ്, ടോട്ടൽ 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്.
ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പാർട്ട് 4 ആണ്. പാർട്ട് 4ൽ നമുക്ക് പഠിക്കാനുള്ളത് റെനേസൻസ് ഇൻ കേരള, കറണ്ട് അഫയേഴ്സ്, GK തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ റെനേസൻസ് ഇൻ കേരളയിൽ നമുക്ക് പഠിക്കാനുള്ളത് ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് മിഷണറിമാരും അവരുടെ സംഭാവനകളുമാണ് പഠിക്കാനുള്ളത്. കൂടാതെ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സുകളെ കുറിച്ച് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതിൽ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി തുടങ്ങിയിട്ടുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ അവർ രൂപീകരിച്ചിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ SNDP, PRDS, സമത്വ സമാജം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ തുടങ്ങിയ വിഷയങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. റോൾ ഓഫ് പ്രസ് ഇൻ കേരള റെനേസൻസ്, അതിൽ കേരള നവോത്ഥാനത്തിൽ ഒരുപാട് പത്രങ്ങൾക്കുള്ള പങ്കുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നോവൽ, ഡ്രാമ, പോയട്രി, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൽ ഒരുപാട് വിമൺ ലീഡേഴ്സിനെ കുറിച്ചാണ്. ആര്യ പള്ളം, പാർവതി നെന്മേനി മംഗലം, ലളിത പ്രഭു, അക്കാമ ചെറിയാൻ തുടങ്ങിയ വനിതാ ലീഡേഴ്സിനെ കുറിച്ചും നമുക്കിതിൽ പഠിക്കാനുണ്ട്. ലീഡേഴ്സ് ഓഫ് റെനേസൻസിൽ അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ തുടങ്ങി ഒട്ടനവധി നവോത്ഥാന നായകന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഇതുകൂടാതെ ലിറ്റററി ഫിഗേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, G ശങ്കരക്കുറുപ്പ്, വള്ളത്തോൾ, ചെങ്ങമ്പുഴ, O ചന്തുമേനോൻ തുടങ്ങിയ ഒരുപാട് സാഹിത്യകാരന്മാരെക്കുറിച്ചും അവരുടെ പങ്കിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഇനി ഈ 4th പാർട്ടിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK എന്ന് പറയുന്ന ഭാഗമാണ്. സമകാലീന പ്രസക്തിയുള്ള പല വിഷയങ്ങളും ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പല ഭാഗങ്ങളും നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഏകദേശം 5 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. റെനേസൻസ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏകദേശം 5 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അങ്ങനെ 4th പാർട്ടിൽ നിന്നും 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് HSST ഹിസ്റ്ററിയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്ലസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കാറുള്ളത്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ PSCകളിലൊക്കെ തന്നെയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിനുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് എന്ന രീതിയിലാണ് മാർക്കുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്ക് നമുക്ക് നഷ്ടമാകും. അത് നെഗറ്റീവ് മാർക്കായിട്ട് മാറും. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ഇനി നമുക്ക് HSST ഹിസ്റ്ററിക്ക് വേണ്ട റഫറൻസ് മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഹിസ്റ്ററി പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് റഫറൻസ് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഹിസ്റ്ററി പഠനത്തിന് അനുയോജ്യമായ കുറച്ച് റഫറൻസ് മെറ്റീരിയലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. R. S. ശർമ്മയുടെ ആൻഷ്യന്റ് ഇന്ത്യ, സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ തുടങ്ങിയ ബുക്കുകൾ HSST ഹിസ്റ്ററി പഠനത്തിന് വളരെ അനുയോജ്യമായ ബുക്കുകളാണ്. കൂടാതെ DNJയുടെ ഏർലി ഇന്ത്യ എ കൺസേൺസ് ഹിസ്റ്ററി, അതുപോലെ AL ഭാഷാമിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നതും നല്ലൊരു റഫറൻസ് മെറ്റീരിയലാണ്. കേരള ഹിസ്റ്ററിയുടെ പഠനത്തിന് അനുയോജ്യമായ മറ്റൊരു ബുക്കാണ് A. ശ്രീധരമേനോൻ്റെ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. കൂടാതെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ അനുയോജ്യമായ മറ്റൊരു ബുക്കാണ് ജെയിൻ ആൻഡ് മാത്യൂറിൻ്റെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക്. HSST ഹിസ്റ്ററിയുടെ പഠനത്തിന് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകളെയും ആശ്രയിക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് HSST ഹിസ്റ്ററിയുടെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 107 പേരാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 34 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 62 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ നിന്ന് 11 പേരുമാണ് ഉൾക്കൊള്ളുന്നത്. ഇതിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ വന്നത് 2023-ലും എക്സാം നടന്നത് 2024-ലും റിസൾട്ട് വന്നത് 2025-ലുമാണ്. എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44.33 ആണ്. അതുപോലെ തന്നെ 24ഓളം പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏസിലുള്ള റിസൾട്ടുകളൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ HSSTക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. HSST ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സുവോളജി, പൊളിറ്റിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ
വളരെ മികച്ചൊരു വിജയമാണ് എയ്സിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ അടുത്ത് വന്നിട്ടുള്ള കൊമേഴ്സിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വളരെ ഉയർന്ന റാങ്കുകൾ കൊമേഴ്സിനും നേടാൻ സാധിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മെയിൻ ലിസ്റ്റിലെ 34ഓളം പേരിൽ 12 പേരും എയ്സിലെ സ്റ്റുഡൻസ് ആണ്. അതിൽ 2 മുതൽ 6 വരെയുള്ള റാങ്കുകൾ എന്ന് പറയുന്നത് എയ്സിലെ സ്റ്റുഡൻസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് പല റാങ്കുകളും എയ്സിലെ സ്റ്റുഡൻസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുൻകാല വർഷങ്ങളിലൊക്കെ തന്നെ എയ്സിന് HSSTയിൽ വളരെ മികച്ചൊരു വിജയമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. HSST ഹിസ്റ്ററി പഠിക്കാൻ നമുക്ക് കുറച്ചധികം സമയം ആവശ്യമാണ്. അതിന് നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. HSST ഹിസ്റ്ററിയുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ കുറച്ചധികം സമയം ആവശ്യമാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉടൻ തന്നെ എയ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കായിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ എയ്സ് ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ പഠനം, വ്യക്തമായ സ്റ്റഡി പ്ലാനുകൾ, സ്റ്റഡി മെറ്റീരിയലുകൾ, പരിചയസമ്പന്നരായ അധ്യാപകർ എന്നിവരുടെ സേവനം നിങ്ങൾക്ക് എയ്സിൽ ലഭ്യമാണ്. ഭാവിയിൽ ഒരു HSST ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉടൻ തന്നെ എയ്സിൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങളെ തേടി വരും.